ഇതിനകത്ത് വിദ്യാഭ്യാസ മേഖലക്കകത്ത് നടന്നിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ചാലകശക്തിയായി പ്രവർത്തിച്ച ആളുകളാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായും സർവകലാശാല പോലെയുള്ള വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്ന അത്രയും പ്രധാനപ്പെട്ട ഒരു ഇടത്ത് സമരങ്ങൾ സംഘടിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന് കേരളത്തിലെ പോലീസ് തിട്ടൂരമിറക്കുമ്പോൾ യാതൊരു തരത്തിലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കേരള വിദ്യാർത്ഥി യൂണിയനെ പോലെയുള്ള സംഘടനകൾ തയ്യാറല്ല എന്ന് ആദ്യമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 2012 കാലഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് നടന്ന SFIയുടെ സമരങ്ങൾ, ആ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർ നടത്തിയ അക്രമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇത്തരത്തിലൊരു വിധി നേടിയെടുക്കുന്നത്. എന്നാൽ നീണ്ട വർഷക്കാലമായി അത്തരത്തിലുള്ള ഒരു വിധിയെ സംബന്ധിക്കുന്ന പ്രത്യേകമായ ഒരു പുറപ്പെടുവിപ്പിക്കലും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാം കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് പോലീസിന്റെ സഹായത്തോടു കൂടി കാലിക്കറ്റ് സർവകലാശാലയിൽ ഭരണവിഭാഗത്തിനകത്ത് കയറി ചെന്ന് പൂട്ടുപൊളിച്ച് വലിയ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയ സംഘടനയാണ് ആ SFI. ആ SFIക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണയും പ്രോത്സാഹനം നൽകിയ പോലീസാണ് ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ സമരങ്ങളെ നിരോധിക്കുന്ന തരത്തിലേക്കുള്ള അറിയിപ്പുകൾ പുറപ്പെടുവിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പോലീസിന്റെ നയത്തോട് ശക്തമായ ഭാഷയിൽ സമരങ്ങളിലൂടെ തന്നെ KSU പ്രതിഷേധം രേഖപ്പെടുത്തും. ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥി ശബ്ദങ്ങളെ അടിച്ചമർത്താമെന്ന് ഒരു പോലീസും കരുതേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഭരണപക്ഷം വലിയ പ്രയാസങ്ങൾ നേരിടുമ്പോൾ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം വിദ്യാർത്ഥികളുടെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ആ ഭരണപക്ഷത്തെ താലോലിക്കാൻ വേണ്ടി, അവരെ പിന്തുണയ്ക്കാൻ വേണ്ടി, അവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി സമീപകാലത്തൊക്കെ തന്നെ SFI ഗവർണറുമായി ഏറ്റുമുട്ടാൻ വേണ്ടി നാടകങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതെങ്കിലും തരത്തിൽ സർവകലാശാല സേവനങ്ങൾക്ക് വേണ്ടി സർവകലാശാലയിൽ കടന്നു വരുന്ന വിദ്യാർത്ഥികളെ അവരുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന രീതിയിലേക്ക് അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾ യോജിക്കുന്നില്ല. എന്നാൽ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥി സമരങ്ങളെ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഇറക്കിക്കൊണ്ട് ഇല്ലാതാക്കാമെന്ന് ഏതെങ്കിലും പോലീസ് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വിലവെച്ചു തരാൻ KSU ഒരുക്കമല്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഇത് കാലിക്കറ്റ് സർവകലാശാലയിൽ മാത്രമാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ മറ്റ് ക്യാമ്പസുകളിലും ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നില്ലേ? കാരണം ഇതൊരു തുടക്കം മാത്രമാണ്. പ്രതിഷേധം മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ 2012 ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത് മറ്റ് സർവകലാശാലകളിലേക്കും അതിവിദൂരമല്ല. ഇനി ആ ഒരു സമയം കൂടെ കാത്തിരിക്കേണ്ടി വരില്ലേ? തീർച്ചയായും നമുക്കറിയാം സ്കൂളുകൾക്കകത്ത് ഇത്തരത്തിൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സമരങ്ങളെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ നിരോധിച്ച ഒരു സാഹചര്യമുണ്ട്. മറ്റു പല സ്വകാര്യ സ്ഥാപനങ്ങൾക്കകത്തും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാത്ത അല്ലെങ്കിൽ വളരെ നിഷ്ഠൂരമായ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ നേരിടുന്ന ഒരുപാട് കാര്യങ്ങൾ കേരളത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ കേരളത്തിലെ ഉന്നതമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടിയിരിക്കുന്ന സർവകലാശാല ക്യാമ്പസിനകത്ത് ഇത്തരത്തിലുള്ളൊരു നയം സ്വീകരിക്കുകയാണെങ്കിൽ അത് മറ്റു വിദ്യാർത്ഥി സംഘടനകൾ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ട വിഷയമാണ്. അതേപോലെ മറ്റു ക്യാമ്പസുകൾ, സർക്കാർ കോളേജുകളിലും മറ്റു പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതിനൊക്കെ അപ്പുറത്തേക്ക് സ്വകാര്യ സ്ഥാപനങ്ങൾ ഇത് വലിയ ഒരു അനുകൂല സാഹചര്യമാക്കി ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നയത്തിനും അത്തരത്തിലുള്ള സമീപനത്തോട് ഒരു തരത്തിലും സമരസപ്പെടാതെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട്, സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നയങ്ങളെ, ഇത്തരത്തിലുള്ള സമീപനങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ മുൻപിലുണ്ടാവുമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒരു കാര്യം കൂടി ശ്രീ അർജുൻ ചോദിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള സമര പോരാട്ടങ്ങൾ അത് അനിവാര്യമായ ഒരു കാര്യം തന്നെയല്ലേ ഇനിയുള്ള ദിവസങ്ങളിലും? കാരണം നമ്മുടെ സർവകലാശാലകളിലൊക്കെ ഇപ്പോൾ പോലീസാണ് കൂടുതലായി, വിദ്യാർത്ഥികളെക്കാട്ടും പോലീസ് കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കുകയാണ്. പഠനമല്ല അവിടെ ഇപ്പോൾ പലപ്പോഴുമായി നടക്കുന്നത്. മിക്കപ്പോഴും പഠിപ്പ് മുടങ്ങി വിദ്യാർത്ഥികളെല്ലാം തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? ഇതൊക്കെ പ്രതിഷേധത്തിലൂടെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഉദ്യോഗസ്ഥരെ അറിയിക്കുക? ഇതൊക്കെ ഒരു സമരമുറത്തിലൂടെ അല്ലെങ്കിൽ മറ്റൊരു സമവായത്തിലൂടെ നടക്കാൻ ഒരു സാധ്യതയില്ലോ? അങ്ങനെയാണെങ്കിൽ എന്നേ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിയെന്നെ. നമുക്കറിയാം കേരളത്തിൽ കീം പരീക്ഷയുടെ അട്ടിമറിയെ സംബന്ധിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ പോലെയുള്ള സംഘടനകൾ സമര രംഗത്ത് സജീവമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള നയസമീപനങ്ങളുമായി പോലീസും സർവകലാശാലയും ഒക്കെ മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഗൗരവത്തോടു കൂടി ആ വിഷയത്തെ സമീപിക്കേണ്ടത്. കാരണം ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരങ്ങൾ, ഭരണവിരുദ്ധമായിട്ടുള്ള ഭരണപക്ഷത്തു നിന്നുണ്ടാവുന്ന വിദ്യാർത്ഥി വിരുദ്ധമായ നയങ്ങളെ
വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള രീതികളിലൂടെ ആ സമരങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സമരങ്ങളെ ഇഷ്ടപ്പെടാത്ത സമരങ്ങൾ ഈ ജനാധിപത്യ സമൂഹത്തിന് അഭികാമ്യമല്ല എന്ന് കണ്ടെത്തുന്ന ഒരു സർക്കാരാണ് ഈ കേരളത്തിനകത്ത് മുന്നോട്ട് പോകുന്നത്. ഭരണപക്ഷ സംഘടനകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള നാടകങ്ങൾ രചിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യത്തിൽ കേരള വിദ്യാർത്ഥി യൂണിയന് വലിയ ഉത്തരവാദിത്വം അതിനകത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അത് നിറവേറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള നയസമീപനങ്ങളെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.